നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. തിരുവല്ലോമല പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതി അഴിമതിയുടെയും ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെയും കൂത്തരങ്ങായി മാറിയെന്നാരോപിച്ച് ഭരണസമിതിക്കെതിരെ CPM രംഗത്ത്. തിരുവല്ലോമല ലൈഫ് മിഷൻ പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് CPM. BJP ഭരണസമിതിക്കെതിരെ പ്രതിഷേധം. തിരുവല്ലോമല ആക്കപ്പറമ്പിലെ 89 വയസ്സുള്ള ചിന്നമ്മാൾ എന്ന വയോധികയ്ക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിക്കേണ്ട അവസാന ഗഡു തുക നൽകാതെ ഉദ്യോഗസ്ഥരും BJP ഭരണസമിതിയും ചേർന്ന് തട്ടിയെടുത്തു എന്നാണ് CPM ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ ആരോപണം. ചിന്നമ്മാളിന് പദ്ധതി വഴി വീട് പണിക്ക് ലഭിക്കാനുള്ള 60,000 രൂപ ഇതുവരെ അക്കൗണ്ടിലെത്തിയിട്ടില്ല. എന്നാൽ 2023 അവസാന ഗഡുവായി 80,000 രൂപ ഇവർക്ക് നൽകിയതായും മുഴുവൻ തുകയും കൊടുത്തു തീർത്തതായും പഞ്ചായത്ത് ഓഫീസിലെ രജിസ്റ്ററിൽ ബിൽ നമ്പർ അടക്കം രേഖപ്പെടുത്തിയതാണ് വൻ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. ഗുണഭോക്താവിന് തുക ലഭിച്ചില്ലെങ്കിൽ പ്രസ്തുത തുക ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും വ്യക്തമാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം S. ദിലീപ് ആവശ്യപ്പെട്ടു. പണമടച്ച് നിങ്ങൾ രേഖകൾ പരിശോധിച്ചുകൊള്ളൂ എന്ന നിഷേധാത്മകമായ മറുപടിയാണ് ലഭിച്ചത്. ഇന്നിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഞ്ചായത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അവരുടെ പണവുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി വരുന്നത്. ഇന്ന് ഇവിടെ വന്ന ചിന്നമ്മാൾ എന്ന ഈ 90 വയസ്സുകാരി അവരുടെ എത്ര പണം ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ് VEOയെ പോയി കാണാൻ പോയപ്പോൾ നിങ്ങളുടെ പണം മുഴുവൻ ലഭിച്ചു കഴിഞ്ഞു, ഇതാ രജിസ്റ്റർ പരിശോധിച്ചോ എന്നാണ് പറയുന്നത്. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ പോയി നോക്കിയപ്പോൾ അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ അവരുടെ അക്കൗണ്ടിൽ അവസാന ഗഡുവായ 60,000 രൂപ ലഭിച്ചിട്ടില്ല. 3 വർഷം മുമ്പ് ഇവർക്ക് 80,000 രൂപ നൽകി എന്നാണ് പഞ്ചായത്തിൻ്റെ രേഖകളിൽ, ഒഫീഷ്യൽ രേഖകളിൽ, രജിസ്റ്ററിൽ വരെ എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പണം ബിൽ നമ്പർ അടക്കം രജിസ്റ്ററിൽ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അന്ന് അനുവദിച്ച 80,000 രൂപ ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്ന് ഈ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ വ്യക്തമാക്കേണ്ടതല്ലേ? BJPയുടെ ഭരണത്തിന് കീഴിൽ ഈ പഞ്ചായത്ത് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെയും അഴിമതിയുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുകയാണെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ്. വിവരാവകാശ പ്രകാരം കണക്കുകൾ ആവശ്യപ്പെട്ടപ്പോൾ ഓഫീസിൽ വന്ന് ഫയൽ പരിശോധിച്ച് കണ്ടുപിടിക്കുക എന്ന നിഷേധാത്മക നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ഭയപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ വിവരങ്ങൾ നൽകാൻ എന്തിനാണ് മടിക്കുന്നതെന്നും CPM അംഗങ്ങൾ ചോദിക്കുന്നു. BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം മൂലം അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് നടക്കുന്നതെന്നും തൽപര കക്ഷികൾക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതെന്നും ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തി. തുകയ്ക്കായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ ചിന്നമ്മാളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോഹൻദാസ്, അജയ്, അമ്പിളി എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഉദ്യോഗസ്ഥ മേധാവിത്വമാണ്. ഇവിടെ ഒരു ഭരണസമിതിയോ പ്രസിഡന്റോ ബന്ധപ്പെട്ട ആളുകളോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയം അവർക്ക് അറിയില്ല. ഉദ്യോഗസ്ഥന്മാരെന്താണ് പറയുന്നത് അതാണ് ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സെക്രട്ടറിയെ സമീപിച്ചു. സെക്രട്ടറിക്ക് ഇത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. സെക്രട്ടറി ഇതിൽ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് സെക്രട്ടറി സ്വീകരിക്കുന്നത്. ഈ BLOമാർ ഇവരുടെ മേധാവി എന്ന് പറയുന്നത്, ഇവരുടെ കസ്റ്റഡി എന്ന് പറയുന്നത് BDO വിളിച്ചു നോക്കുമ്പോൾ BDOക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യമില്ല. ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരുന്നു, ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു. ഇത് ഗ്രൗണ്ട് പരിശോധന നടത്താണ്ട് ആളുകൾക്ക്, അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകൾക്ക് അവർ ഫണ്ട് പാസ്സാക്കി കൊടുക്കുന്ന നിലപാടാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവണമെന്നുള്ളതാണ് പറയാനുള്ളത്. CCV ന്യൂസ്, തിരുവല്ലോമല. മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ.